ശ്രീകൃഷ്ണ ജ്യോതിശാലയത്തിലേക്ക് സ്വാഗതം. ഞാൻ ജ്യോത്സ്യൻ വിജയൻകുട്ടി. വിശാഖ നക്ഷത്രത്തിൽപ്പെട്ടവരുടെ പൊതുവെയുള്ള ഒരു ജീവിത രീതിയും സ്വഭാവ രീതിയുമാണ് ഇവിടെ വിവരിക്കുന്നത്. വിശാഖ നക്ഷത്രത്തിൽപ്പെട്ടിരിക്കുന്നവർ മിക്കവരും അതായത് സ്വജനങ്ങളിൽ നിന്നും അധികം അകന്നു നിൽക്കുവാൻ ശ്രമിക്കുന്നവരാണ്. അതായത് സ്വജനങ്ങൾ എന്ന് വെച്ച് പറഞ്ഞാൽ അടുത്ത സുഹൃത്ത് ബന്ധങ്ങളും അതുപോലെ തന്നെ സുഹൃത്ത് ബന്ധങ്ങൾ അടുത്ത സ്വന്തക്കാരും കുടുംബക്കാരോടും പൊതുവെ അകന്ന് കഴിയാൻ പ്രയോഗികപരമായിട്ട് ശ്രമിക്കുന്നവരാണ്. അതുപോലെ തന്നെ മാതാവിനോട് താല്പര്യം അധികം അത്ര കാണിക്കുകയില്ലെങ്കിലും പിതാവിനോട് നല്ല അടുപ്പം കാണിക്കുന്നതായിട്ട് കണ്ടുവരാറുണ്ട്. അതുപോലെ തന്നെ മാതാപിതാക്കളെ പറ്റിയിട്ട് പുകഴ്ത്തി പറയുന്നതിൽ ഇവർ ഭയങ്കരമായിട്ടുള്ള ഒരു കഴിവുള്ളവരാണ്. മറ്റുള്ളവരോട് പറയുമ്പോൾ മാതാപിതാക്കളെ പറ്റിയിട്ട് കൂടുതൽ അഭിമാനത്തോട് പറയുന്ന ഒരു സ്വഭാവ രീതിയും ഇവർക്ക് ഉള്ളതായി കാണുന്നുണ്ട്. അതുപോലെ തന്നെ സദാചാര നിഷ്ഠയും ബുദ്ധി സാമർഥ്യവും പ്രായോഗിക ബുദ്ധിയും എല്ലാം ഇവർക്ക് കൂടുതലായിട്ട് തെളിഞ്ഞ് കണ്ടുവരാറുണ്ട്. ഈ നാളിൽ ജനിച്ചവരുടെ പ്രത്യേകതകളാണത്. അതുപോലെ തന്നെ നീതി നടപ്പാക്കുന്നതിൽ, അതായത് നീതി നടപ്പാക്കുക പറഞ്ഞാൽ ഒരു നല്ല കാര്യം മധ്യസ്ഥത വയ്ക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നീതി നടപ്പാക്കുന്നതിൽ ഇവർക്ക് ഭയങ്കരമായിട്ടുള്ള കൈപുണ്യം അല്ലെങ്കിൽ നൈപുണ്യം അല്ലെങ്കിൽ വാക്ക് സാമർഥ്യം എന്നിവ നയതന്ത്രത്തോടു കൂടിയിട്ടും വളരെ വ്യക്തമായിട്ടോടു കൂടിയിട്ടും അതെല്ലാം ചെയ്യുവാനുള്ള കഴിവ് ഉള്ളവരായിട്ടാണ് ഇവർ കൂടുതലും നമ്മൾ കണ്ടുവരാറുള്ളത് ഈ വിശാഖ നക്ഷത്രത്തിൽപ്പെട്ടിട്ടുള്ളത്. പല കാര്യത്തിൽ നിന്നും അതുമൂലം വന്നിട്ട് എതിർപ്പുകൾ വല്ലതും വരികയാണെങ്കിലും കൂടി അതൊന്നും കാര്യമായി ശ്രദ്ധിക്കാനോ അതിനെ പറ്റിയിട്ട് വിമർശിക്കാനോ ഒന്നും ചെയ്യാറുമില്ല. വരുന്നത് പോലെ എന്നുള്ള ഒരു സ്വഭാവ രീതിയാണ് ഇവർക്ക് കാണുന്നത്. അതുപോലെ തന്നെ അവർക്ക് ലക്ഷ്യപ്രാപ്തികളുണ്ടാവും. ഒരു ലക്ഷ്യത്തിലെത്തുവാൻ വേണ്ടി അവർ ഭയങ്കരമായി അധ്വാനിക്കുന്ന ഒരു സ്വഭാവത്തിൽപ്പെട്ടവരാണ്. സ്വന്തം അഭിപ്രായങ്ങളിൽ നിന്ന് ഉറച്ചു നിൽക്കുകയും മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ അധികം ഉൾക്കൊള്ളാതെ അവരവരുടെ കഴിവുകളിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സ്വഭാവ രീതിയും ഇവരുടെ തന്ത്രങ്ങൾ, അതായത് ചില തന്ത്രങ്ങളെല്ലാം മെനഞ്ഞെടുക്കുന്നതിൽ വളരെ ബുദ്ധി സാമർഥ്യം കാണിക്കുന്നവരാണ് വളരെ തന്ത്രവും പറഞ്ഞാൽ തന്ത്രപരമായിട്ടുള്ള നീക്കങ്ങളും ഓരോരുത്തരുടെ കണക്കുകൂട്ടലുകളും അവരുടെ മനസ്സ് വായിക്കുന്നവരും എല്ലാം ഇതിൽപ്പെട്ടിട്ടുള്ളവരാണ്. കൂടുതലും ഈ വിശാഖ നക്ഷത്രത്തിൽപ്പെട്ടിട്ടുള്ളവർ നല്ല ഉയർച്ചയിൽ വന്ന് ചേരാവുന്ന ഉയർച്ചയെന്ന് വെച്ചോന്ന് പറഞ്ഞാൽ നല്ല ഉയർച്ചയിൽ സമ്പത്ത് കുടുംബത്തിൽ ജനിച്ചവരാണെങ്കിൽ അതിനേക്കാൾ ഉയരത്തിൽ എത്തുവാനുള്ള സാധ്യതയും, അതുപോലെ ഒരു സാധാരണ അതിൽ ഒരു പടി താഴത്ത് പറഞ്ഞാൽ അതിലുള്ള ജീവിതത്തിൻ്റെ ആണെങ്കിൽ അതിനെക്കാട്ടി ഉയർച്ച വരും. മീഡിയം കുടുംബത്തിലാണെങ്കിൽ അതിനെക്കാട്ടി ഉയർച്ച, അങ്ങനെ വരുന്ന ഒരു ഉയർച്ച വ്യാപനപരമായിട്ടാണ്. ചില അപൂർവത്തിൽ വന്നിട്ട് ചില ഇനത്തിൽപ്പെട്ടവർ, അതായത് തുലാരാശിയിൽ കൂടുതൽപ്പെട്ടവർ നല്ല ഉയർച്ചയിൽ അവരുടെ കഴിവ് തെളിയിച്ച് അധ്വാനിച്ച് നേടാനുള്ള പ്രാപ്തി ഇവർക്ക് ഉണ്ട്. അന്യരുടെ നിർദ്ദേശങ്ങൾ അനുസരിക്കാൻ കൂടുതൽ തയ്യാറുകയില്ല. അധ്വാനശീലത്തിൽ നല്ല സ്വതന്ത്രമായിട്ടുള്ള അധ്വാനശീലം ഇവർക്ക് കൂടുതലായി കാണുന്നുമുണ്ട്. സ്വാർത്ഥ ചിന്തകളായിരിക്കും കൂടുതലും. സ്വാർത്ഥ ചിന്ത പറഞ്ഞാൽ അവനവൻ്റെ ചിന്ത എന്ന ഒരു ലെവലിൽ സ്വാർത്ഥ ചിന്തകൾക്ക് ഇവർ അടിമപ്പെട്ടവരാണ്. സ്വാർത്ഥ ചിന്ത പറഞ്ഞാൽ ഞാൻ എന്ന ഭാവം, എൻ്റെ കുടുംബം എന്ന ഭാവം എല്ലാം ഒതുങ്ങി വരുന്ന ഒരു സ്വഭാവ രീതി ഇവർ കൂടുതലായിട്ടുണ്ട്. അന്യരുടെ മനോഭാവത്തെ പറ്റി ചിന്തിക്കാതെ ഓരോരോ കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവുണ്ട്. മറ്റുള്ളവരെ എങ്ങനെ അത് ബാധിക്കുമെന്നും മറ്റുള്ളവരെ അത് എങ്ങനെ ബാധിക്കുമെന്നുള്ള ചിന്തയൊന്നും ഇവർക്കത് തോന്നുകയില്ല. എല്ലാ കൃത്യനിഷ്ഠയും ചിട്ടയായും നടത്തണമെന്നും ഒരു വിട്ടുവീഴ്ചയും തയ്യാറാകാതെ പോകണമെന്നും നിർബന്ധ ബുദ്ധി ഉള്ളവരായിരിക്കും കൂടുതലും. സുഖസൗകര്യങ്ങൾ നല്ലപോലെ ആകർഷണപരമായിട്ട് ചിന്തിക്കുന്നവരാണ്. അതേസമയത്ത് ചെലവ് ചുരുക്കുന്നതിൽ വളരെ നിയന്ത്രണമുള്ളവരാണ്. ചെലവ് ചുരുക്കുന്നതിൽ പക്ഷെ സ്വന്തം കുടുംബത്തിനെയും സ്വന്തം കാര്യങ്ങൾക്കും സ്വന്തം സന്താനങ്ങൾക്കും വേണ്ടി ധാരാളം ചെലവാക്കുന്ന ഒരു സ്വഭാവ രീതിയും ഇവർക്ക് കണ്ടുവരാറുണ്ട്. ആർക്ക് വേണ്ടിയിട്ടും അധികം ത്യാഗമൊന്നും ചെയ്യാൻ തയ്യാറാകില്ല. അതായത് കൊണ്ട് ഒരു പരിധി ത്യാഗമൊന്നും ചെയ്യാൻ പറ്റില്ല. മനോഭാവം അങ്ങനെയുള്ളതാണ്. അതേസമയത്ത് ചില സുഹൃത്തുക്കളുമായിട്ടുള്ള ഇതിന് വന്നിട്ട് എന്ത് ത്യാഗവും അത് ആ സുഹൃത്തുക്കൾ അവനവനേക്കാളും കുറച്ച് കൂടുതലായിട്ടുള്ള ഉയർച്ചയിലുള്ളവരാണെങ്കിൽ അവരെ അനുനയിപ്പിക്കാനും അവരുടെ കൂടെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നിൽക്കുവാനുള്ള കഴിവ് ഇവർക്ക് തീർച്ചയായിട്ടും ഉണ്ടാവും. അത് അവരുടെ താല്പര്യത്തിന് വേണ്ടിയിട്ടാണ്. അതിന് മുതലെടുക്കാനുള്ള താല്പര്യം തീർച്ചയായിട്ടും ഉണ്ടാവും. അതാണ് ത്യാഗങ്ങൾ എന്ന് പറയുന്നത്. സഹിക്കാൻ തയ്യാറായി കർത്തവ്യനിഷ്ഠങ്ങൾ ഉണ്ടാവും. കർത്തവ്യനിഷ്ഠങ്ങൾ എന്ന് വെച്ചാൽ കർത്തവ്യം
അവരവരുടെ കർത്തവ്യബോധം കർമ്മബോധം നല്ല പോലെ ഉണ്ടാകായിട്ട് വരുന്ന ഒരു വ്യക്തികളാണ് കാരണം ചെയ്യുക. എന്നാൽ അതിൻ്റെ ഫലത്തെ പറ്റിയിട്ട് അധികമൊന്നും ചിന്തിക്കുകയില്ല. പാകതയും സംസ്കാരവും ഉള്ളവരാണ് ഇവരിൽ മിക്കവാറും. എന്താണ് ശരിയെന്ന് തോന്നുന്ന രീതിയിൽ അവരവർ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും എന്നുള്ളതും പറയുന്നുണ്ട്. സ്വന്തം പിതാവിന് വിരുദ്ധമായി പോലും അതിനെപ്പറ്റി ചിന്തിച്ചൊന്നുമില്ല. സ്വന്തം പിതാവ് പോലും പിതാവിനെ ആയിട്ടായാലും കൂടിയിട്ട് ആ പറയുന്നത് ന്യായങ്ങളുണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കുകയില്ല. സ്വന്തം പിതാവ് എന്തെങ്കിലും പറയുകയാണെങ്കിൽ അത് ശരിയല്ല, അത് തെറ്റാണ് എന്നുള്ളത് തിരിച്ച് പറയുകയും അതിനെ തിരിച്ച് എടുക്കുകയും എന്ന ഒരു ലെവലെല്ലാം ഇവരെ കൊണ്ട് കാണുന്നുണ്ട്. അതുപോലെ എന്താണെന്ന് വെച്ച് പറഞ്ഞാൽ സ്വന്തം കുടുംബങ്ങളും ബന്ധുക്കളും എല്ലാം ഇവരെ അകന്ന് നിർത്താനുള്ള ഒരു സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. അകന്ന് നിർത്താൻ അധികമല്ല, എന്നിരുന്നാലും ഒരു അടുപ്പ കുറവ് വരുവാനുള്ള സാധ്യതയുണ്ട്. അത് ഇവരുടെ സ്വഭാവ രീതിയും മറ്റുള്ളതും കൊണ്ടാണ് അങ്ങനെ വരുന്നത്. കൂടുതലും ഈ അച്ഛനമ്മമാരെ വിട്ടുപിരിഞ്ഞ് കുറേ കാലം ജീവിക്കുവാനുള്ള സാധ്യത ഇവർക്ക് കൂടുതലായി കാണുന്നുണ്ട്. അതായത് കുടുംബത്തിൽ നിന്നും കുറേ മാതാപിതാക്കളെ പിരിഞ്ഞ് കുറേ അധിക കാലം നിർത്തിയുണ്ട്. പക്ഷേ അതൊന്നും കാര്യമായി ഇവരെ ബാധിക്കില്ല. അവരവരുടെ കാര്യമാണ് ചിന്ത എന്നത്. അതായത് ചില വ്യക്തികൾക്ക് മാതാപിതാക്കളെ പിരിഞ്ഞിരിക്കുന്ന സമയത്ത് മാതാപിതാക്കളോട് അടുപ്പം തോന്നും, അവരെ കാണാൻ തോന്നും എന്ന ചിന്തയൊന്നും ഉണ്ടാവില്ല. മാതാപിതാക്കളെ പിരിഞ്ഞിരിക്കുന്ന പറഞ്ഞാൽ അതിൻ്റെ ഒരു എഫക്റ്റ് എന്നുള്ള മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് പറഞ്ഞാൽ അവർ സ്വാർത്ഥമായിട്ട് അവരവരുടെ പ്രവർത്തിയിൽ ചിന്തിക്കുകയും അവരുടെ പ്രവർത്തിയിൽ ഒപ്പുകയും ചെയ്യും. പണസംബന്ധമായ കാര്യങ്ങളിൽ ഇടപാട് വളരെ കർശനമായിരിക്കും. ധനസംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ വളരെ കർശനമായിട്ടുള്ള നിയന്ത്രണം. ധനസംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഇവർക്ക് അത് അങ്ങനെ ഉദ്ദേശിച്ച ലെവലിൽ തന്നെയാണ് പോവുള്ളൂ. കാരണം വെച്ചാൽ അങ്ങനെയുള്ള ഒരു സ്വഭാവ രീതിയാണ് ഇവർക്ക് പൊതുവേ ഉള്ളത്. അതുപോലെ തന്നെ ഒരു വ്യക്തികളെ ജോലി എടുക്കാൻ വെക്കുകയാണെങ്കിൽ, അതായത് കീഴിൽ അവരുടെ ഈ വിശാഖ നക്ഷത്രക്കാരുടെ കീഴിൽ പണിയെടുക്കുന്നവരെ വെറും അടിമകളെ പോലെ കാണുന്ന ഒരു സ്വഭാവ രീതി ഇവർക്കുണ്ട്. അത് അവരുടെ ഒരു മനോഭാവത്തിൻ്റെ കുഴപ്പമാണ് എന്ന് തന്നെ പറയാം. അതേസമയത്ത് വിശാഖ നക്ഷത്രത്തിൽ ജനിച്ചിരിക്കുന്ന സ്ത്രീകൾ ഭയങ്കരമായിട്ടുള്ള വിനയം, അതുപോലെ തന്നെ ദൗത്യം, ആദരവ്, ഭർത്തഭക്തി, കുടുംബത്തിൻ്റെ മഹിമ എല്ലാം കാത്തു സൂക്ഷിക്കുന്നവരായിരിക്കും ഈ സ്ത്രീകളുടെ ഒരു മഹത്വം തന്നെ. വിശാഖ നക്ഷത്രത്തിൽ പ്രത്യേക ഒരു കഴിവാണ് കുടുംബത്തിൻ്റെ കാര്യം. കുടുംബത്തിലായാലും അവനവൻ്റെ കുടുംബത്തിലായാലും ഭയങ്കരമായിട്ട് ചിട്ടവട്ടങ്ങൾ, വിനയങ്ങൾ, മറ്റുള്ളവരുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് വിനയങ്ങൾ, ആരോട് എങ്ങനെ നമുക്ക് സംസാരിക്കണം എന്നുള്ള രീതികളെല്ലാം സ്ത്രീകളുണ്ട്. സ്ത്രീകളുടെ പ്രത്യേക കഴിവ് സ്ത്രീകളുടെ പ്രത്യേക ഒരു വിശാഖ നക്ഷത്രത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ ആഹാര വടിവ്, സൗന്ദര്യം എന്നിവ പ്രത്യേക ഒരു ഗുണമുണ്ട്. ഇവരുടെ ശരിക്കും പറയുകയാണെങ്കിൽ ഇവരുടെ ശരിക്കുള്ള ഒരാകർഷണ ഭംഗി പറഞ്ഞാൽ ഇവരുടെ ഇടുപ്പിൻ്റെ സൈസാണ് ശരിക്കുള്ള ഇത്. അതായത് അരക്കെട്ട് തന്നെ പറയാം. അതാണ് ഇവരുടെ ശരിക്കുള്ള സൗന്ദര്യത്തിൻ്റെ ലെവല്. അതുപോലെ തന്നെ ചില ഓരോ നക്ഷത്രക്കാർക്ക് ഓരോ ആകാര വടിവുണ്ടാവും. ചിലവർക്ക് മാറുണ്ടാവും, ചിലവർക്ക് അടിവേരുണ്ടാവും, ചിലവർക്ക് തലയുണ്ടാവും, മുഖമുണ്ടാവും, അങ്ങനെ പലതും ഉണ്ട്. അപ്പം അങ്ങനെയാണ് ഇവരുള്ളത്. പൊതുവെ ഈ വിശാഖ നക്ഷത്രത്തിൽ ജനിച്ചിരിക്കുന്നവർ വ്യാഴദശാകാലത്താണ് ജനിച്ചിരിക്കുന്നത്. വ്യാഴദശാകാലത്ത് ഇവർക്ക് ജനിച്ചതിന് ശേഷം വിദ്യാഭ്യാസ കഴിവും പഠിപ്പും മറ്റുള്ള കാര്യങ്ങളും എല്ലാം ഉയർച്ചയുണ്ടാവും. അതിനുശേഷം ഏകദേശം ഒരു 28 വയസ്സ് വരെ ശനിദശാകാലമായിരിക്കും. ശനിദശ ഇവർക്ക് യാതൊരു വിധത്തിലും ദോഷം അധികം ചെയ്യാറില്ല, ഗുണമായിരിക്കും ചെയ്യുന്നത്. അത് കഴിഞ്ഞ് പറഞ്ഞാൽ പിന്നെ ബുധദശാകാലമാണ്. ഏകദേശം 35 അല്ലെങ്കിൽ ഏകദേശം 35-32 വയസ്സുകാർക്കുള്ള ബുധദശാകാലം വിദ്യാഭ്യാസത്തിനും ബുദ്ധിക്കും അറിവിനും എല്ലാം സൗകര്യം കൊടുക്കുന്ന ഒരു സമയമാണ്. മറ്റുള്ളവരെ പഠിപ്പിക്കുക, മറ്റുള്ളവരെ ഉപദേശിക്കുക, അതുപോലെ ആവർത്തന പഠിവുണ്ടാവുക, വിദ്യാരംഭം ഉണ്ടാവുക, പുതിയതിനെ പറ്റി ചിന്തിക്കുക, ഇങ്ങനെയുള്ള ഒരുപാട് കാലപരിധി ഉണ്ടാവും. അപ്പോൾ അതുകൂടാതെ തന്നെ ഇവർക്ക് അത് കഴിഞ്ഞാൽ പിന്നെ കീതുർദശ കുറേ വിഷമങ്ങളും ചില സമയങ്ങളിൽ ഓപ്പറേഷൻ എല്ലാം വേണ്ടി വരുന്ന ഒരു സമയങ്ങളും രോഗബാധ ഉണ്ടാവുകയും അങ്ങനെയുള്ള ഒരു സമയമെല്ലാം ഉണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ ശുക്രദശയാണ്. ഏകദേശം 45 വയസ്സിന് ശേഷം ശുക്രദശാകാലം വാർദ്ധക്യകാലം വളരെ ഉഗ്രമായിരിക്കും. ആഡംബരമായിട്ടുള്ള വാഹനം, ആഡംബരമായിട്ടുള്ള ഭവനം, ആഡംബരമായിട്ടുള്ള സുഹൃത്തുക്കൾ, അതുപോലെ തന്നെ വിദേശയാത്ര എന്നിവയെല്ലാം ഇവർക്ക് ഈ സമയത്ത് വന്നു ചേരുന്നതാണ്. മൊത്തത്തിൽ പറയുകയാണെന്ന് പറഞ്ഞാൽ വിശാഖ നക്ഷത്രക്കാർക്ക് പൊതുവെ ഗുണപരമായിട്ടുള്ളൊരു നക്ഷത്രം തന്നെയാണ്
വിശാഖ നക്ഷത്രം. വിശാഖ നക്ഷത്രത്തിലത്തെ ശരിക്കുള്ള ബർത്ത് സ്റ്റോൺ എന്ന് വെച്ച് പറഞ്ഞാൽ വ്യാഴത്തിൻ്റെ സ്റ്റോണാണ്. അതായത് യെല്ലോ സഫയർ, യെല്ലോ പുഷ്യരാഗം എന്നാണ് പറയാം. ഈ പുഷ്യരാഗം ഏകദേശം ഒരു 5 ക്യാരറ്റിൽ നിർമ്മിച്ചിട്ട് നമ്മുടെ ചൂണ്ടുവിരൽ ഇടുകയാണെങ്കിൽ വളരെ ഗുണകരമായിട്ടും യഥേഷ്ടപരമായിട്ടുമുള്ള ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്ന ഒരു നക്ഷത്രം കൂടിയാണ് വിശാഖ നക്ഷത്രം.